പ്രതാപ നോക്കമ്മേ, നമ്മൾ ഇവിടുന്ന് മാറിയ ഉടനെ അവൾ അവളുടെ മോളെ വിളിച്ചു വരുത്തും. ഇന്ന് ഞാൻ ഇവിടെ ഈ വീട്ടിനകത്ത് കയറ്റിട്ടെന്ന് പറഞ്ഞിട്ടില്ലേടി? പിന്നെ എന്തിനാ ഞങ്ങളില്ലാത്ത സമയത്ത് ഇവിടെ ഇങ്ങോട്ട് വിളിച്ചത്? കണ്ണന്റെ അച്ഛനെ ലോറി കയറ്റി കൊന്നത് ഞാനാണെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാലേ ഇനി അതിന്റെ മുമ്പിൽ ഞങ്ങൾ നെഞ്ചിടിപ്പോടെ നിക്കത്തില്ലടി. കണ്ണന്റെ അച്ഛനെ കൊന്നതും കണ്ണനെ വീൽചെയറിലാക്കിയതും ഞാനാണെന്ന് നീയും ഇവളും പറഞ്ഞാലും കണ്ണൻ അത് വിശ്വസിക്കാൻ പോകുന്നില്ല. അതെ. അതുകൊണ്ട് നടന്ന കാര്യങ്ങൾ നീ എന്നോട് പറഞ്ഞതുപോലെ കണ്ണനോടും പോയി പറ. ഈ ലോകത്തുള്ള എല്ലാവരോടും പോയി പറ. പക്ഷേ അതൊക്കെ വഴിതെറ്റി നടക്കുന്ന ഒരുത്തിടെ വെറും വാക്കായിട്ട് എല്ലാരും കരുതൂ. ഞങ്ങൾ ഇവിടെ ഇല്ലാത്ത സമയത്ത് നീ ഇങ്ങോട്ട് കയറി വന്നാലേ അതിന്റെ പേരിൽ തല്ലി കൊള്ളേണ്ടി വരുന്നത് ഇതൊക്കെ ആയിരിക്കും. ഇവൾക്ക് മാത്രമല്ല, ഇപ്പൊ നിറവയറുമായിട്ടല്ല ഇവളിവിടെ നിൽക്കുന്നേ. ഇവളുടെ വയറ്റിനകത്തെ കുഞ്ഞു പൊട്ടി മുളച്ചിട്ടേ ഉള്ളൂ. ഈ സമയത്തോട്ടല്ലോ നിന്റെ സ്വപ്നങ്ങളെല്ലാം അവിടെ പൊലിയും. യാരസന്തതി അതോടെ ആവിയായി പോകും. ഒരമ്മയായി നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നമ്മേ? ഇവിടെ പോലെ ഒരുത്തിയുടെ മുഖത്ത് നോക്കിയിട്ട് പിന്നെ എന്താടി പറയണ്ടേ? അന്തസ്സായിട്ട് ഞാൻ ഇവിടെ കല്യാണം കഴിപ്പിച്ചു കൊടുത്താ. അത് അന്യന്റെ കുഞ്ഞിനെയും പ്രസവിച്ച് ആ കുഞ്ഞിനെയും കൊണ്ട് വേറൊരുത്തരെ അച്ഛാന്ന് വിളിപ്പിക്കാൻ വേണ്ടിട്ടല്ല. അമ്മ ഇപ്പൊ ഇതിനൊന്നും മറുപടി പറയാൻ നിക്കണ്ടമ്മേ. വഴക്കിന് നിക്കണ്ട. നിങ്ങൾക്കൊക്കെ തരാനുള്ള മറുപടി മുതലും പലിശ സഹിതം തന്നിരിക്കും. ഓ ആയിക്കോട്ടെ. അവിടെ വെച്ച് കടനെ ഇവള് വിളിച്ചില്ലായിരുന്നോടാ പ്രതാപ? ആ സമയത്ത് ഇവൾക്ക് മനസ്സിലായി നമ്മൾ അവിടെയാണെന്ന്. നമ്മള് ഫോണിലൂടെ ഇവളോട് സംസാരിച്ചായിരുന്നല്ലോ. ആ സമയത്ത് അവള് ഓടി വന്നു കുഞ്ഞിന്റെ അച്ഛന്റെ കഥകള് പറയാൻ. പറഞ്ഞോടി, ഇപ്പോഴും ആണുങ്ങളെ മോഹിപ്പിച്ചോണ്ട് നടക്കുന്ന മോഹിനി പറഞ്ഞോ ഇവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന്? പറഞ്ഞു കാണുമേ. ഇവള് പ്രസവിച്ചു കഴിഞ്ഞ ആ കുഞ്ഞിനെ ഇവള് നേരെ അനന്തുവിന്റെയും രേഖയുടെയും കയ്യിൽ വെച്ചു കൊടുത്തിട്ട് ഇവളങ്ങ് പോവും. അപ്പൊ നമ്മൾ മനസ്സിലാക്കിക്കോണം ആ കുഞ്ഞ് അനന്തുവിന്റെ കുഞ്ഞാണെന്ന്. നിനക്കെന്താണ് ഒരു പുണ്യം? എങ്കിൽ പിന്നെ ഈ കുഞ്ഞ് അനന്തുവിന്റെ അല്ലെങ്കിൽ പ്രതാപ, ഇവളെ ഒരുത്തന്റെ ബൈക്കിന്റെ പിന്നാലെ ഇരുന്ന് പോകുന്നത് നമുക്ക് കാണാം. കുഞ്ഞിനെ കൈ വെച്ചോണ്ടേ ആ മാർക്കോടെ. അങ്ങനെ ഒരു കാഴ്ചയല്ല നിങ്ങളൊക്കെ കാണുന്നെങ്കിലോ? ഓ, അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അനന്തുവിനെയും മാർക്കോയും മാറ്റി നിർത്തേണ്ടി വരുമേ. പിന്നെ സംശയിക്കേണ്ടത് ലവനെയാ. മുമ്പ് ഇവളെ പ്രേമിച്ചവനെ, ആ സാഗറിനെ. ഒന്ന് നിർത്ത. ഇവളെ ഇവിടെ വിളിച്ചു വരുത്തത് നീ അല്ലേടി? പിന്നെ ഞങ്ങൾ എന്തിനാ നിർത്തുന്നേ? ഞാൻ പോവാമ്മേ, നാളെ കാണാം. നാളെ മറ്റന്നാളും ഒന്നും കാണണ്ട. വേണമെങ്കിലേ ഇവളെ കൂടെ ചുമന്നോണ്ട് പൊക്കോ. വാടാ, എന്തിനാടാ കണ്ണു പിടിച്ചോണ്ട് നിൽക്കുന്നേ? വാ ഇവിടെ.